നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മെഴുവേലി ബാബുജിയുടെ ക്രൈം ത്രില്ലർ നോവലായ ഷാർപ്പ് ഷൂട്ടർ. അമ്മേ, അച്ഛനിന്ന് വരുമോ? ബിന്ദുജമോൾ വീണ്ടും ചോദിച്ചു. അടുക്കള ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്ന നാൻസി തലതിരിച്ച് മകളെ ഒന്ന് നോക്കി. പിന്നെ നേർത്ത ചിരിയോടെ പറഞ്ഞു, വരും മോളെ. എന്നിട്ടും കുട്ടിക്ക് അത് അങ്ങോട്ട് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവൾ രാവിലെ മുതൽ ഈ ചോദ്യം ആവർത്തിക്കുകയാണ്. 6 വയസ്സുള്ള വിന്ദുജയ്ക്ക് അച്ഛനെ കണ്ട ഓർമ്മയില്ല. അവൾക്ക് ഓർമ്മ വയ്ക്കും മുമ്പ് തന്നെ രാഘവൻ ജയിലിലായി കഴിഞ്ഞിരുന്നു. 2 പേരെ കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ്. തെളിവുകളൊക്കെ രാഘവന് എതിരായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. പട്ടാളത്തിൽ ക്യാപ്റ്റനായ രാഘവൻ അവധിക്ക് നാട്ടിലെത്തിയതാണ്. 1 വയസ്സുള്ള തൻ്റെ മോളെയും 2 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യയെയും കാണുവാൻ. വിവാഹം നടന്നത് തന്നെ വലിയ കോലാഹലത്തോടു കൂടിയായിരുന്നു. ക്രിസ്ത്യാനിയായ നാൻസിയെ ഹിന്ദുവായ രാഘവൻ വിവാഹം കഴിച്ചപ്പോൾ മതനേതാക്കൾ വെറുതെ ഇരുന്നില്ല. കേസായി, ബഹളമായി. പക്ഷേ കോടതി ഇരുവരുടെയും രക്ഷയ്ക്കെത്തി. പ്രായപൂർത്തിയായ അവർക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള അവകാശം ഉണ്ടായിരുന്നെന്നായിരുന്നു കോടതിയുടെ തീർപ്പ്. അതോടെ രാഘവനും നാൻസിക്കും വീടും നാടും ഉപേക്ഷിച്ച് മറ്റൊരിടത്ത് ചേക്കേറേണ്ടി വന്നു. തന്റെ സമ്പാദ്യം കൊണ്ട് രാഘവൻ കുറച്ച് സ്ഥലവും ഒരു ചെറിയ വീടും സ്വന്തമാക്കി. ഭാര്യയ്ക്ക് കൂട്ടിനായി പ്രായമുള്ള ഒരു സ്ത്രീയെ അവിടെ പാർപ്പിച്ചിട്ടാണ് രാഘവൻ അതിർത്തിയിലേക്ക് മടങ്ങിയത്. മഞ്ഞിൽ രക്തം തണുത്തുറയുന്നുവെന്ന് തോന്നുമ്പോഴും ഒരു സാന്ത്വനം പോലെ ഭാര്യയെക്കുറിച്ചുള്ള ഊഷ്മളമായ ഓർമ്മകൾ രാഘവന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിർത്തിക്ക് അപ്പുറത്തു നിന്നും അവിചാരിതമായി ഉണ്ടാകുന്ന ഷെല്ലാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടപ്പോഴൊക്കെ രാഘവൻ അറിയാമായിരുന്നു, തന്റെ ഭാര്യയുടെ പ്രാർത്ഥനകളാവും രക്ഷാകവചം പോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതെന്ന്. നാൻസിയെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കുക എന്ന സ്വപ്നം അത്ര വേഗം സഫലമായില്ല. അതിനിടെ അവളുടെ വയറ്റിൽ പുതിയൊരു ജീവന്റെ തുടിപ്പുണർന്നിരിക്കുന്നു എന്ന വാർത്ത വന്നു. ഉൾപ്പുളകത്തോടെയാണ് രാഘവൻ ആ കത്ത് വായിച്ചത്. മാസങ്ങൾ കടന്നുപോയി. രാഘവൻ ഒരു ഷാർപ്പ് ഷൂട്ടർ എന്ന പേര് നേടിക്കഴിഞ്ഞിരുന്നു. റേഞ്ചിനുള്ളിൽ ഒരു സിഗരറ്റ് കുറ്റി വച്ചാൽ പോലും രാഘവൻ അത് വെടിവെച്ച് തെറിപ്പിക്കുമായിരുന്നു. ഇത്രയും മുന്നമുള്ള രാഘവൻ ഡൽഹിയിലെ VIP-കളുടെ സെക്യൂരിറ്റി ചുമതലയുള്ള ഓഫീസറായി നിയോഗിക്കപ്പെട്ടു. അതിന്റെ മുന്നോടിയായി 2 മാസത്തെ ലീവിന് നാട്ടിലെത്തുമ്പോഴാണ് തന്റെ ജീവിതത്തെ തന്നെ അട്ടിമറിക്കാനിടയായ ആ സംഭവം ഉണ്ടായത്. അന്നത്തെ ഹൈക്കോടതി ജഡ്ജിയും ഭാര്യയും അർദ്ധരാത്രിയിൽ വെടിയേറ്റു മരിച്ചു. അവരുടെ കിടപ്പ് മുറിയുടെ വെന്റിലേഷനിലൂടെയായിരുന്നു വെടിവെച്ചത്. ഊർജിതമായ അന്വേഷണം നടന്നു. അന്വേഷണത്തിന് വന്ന പോലീസ് നായ വന്നു കയറിയത് രാഘവന്റെ വീട്ടിൽ. അയാളുടെ പെട്ടിയിൽ നിന്നും തിരകളൊഴിഞ്ഞ ഒരു റിവോൾവർ കണ്ടെടുക്കപ്പെട്ടു. അതിനുള്ളിൽ ഉണ്ടായിരുന്ന അതേ ബുള്ളറ്റുകൾ തന്നെയാണ് മൃതദേഹങ്ങളിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടവയും. ജഡ്ജി ഗുരുദാസിന്റെയും ഭാര്യയുടെയും ഇടതു ചെന്നിയിലാണ് ബുള്ളറ്റുകൾ തുളഞ്ഞിറങ്ങിയത്. കൃത്യമായി നിറയൊഴിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാനാവൂ എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. രാഘവനാണെങ്കിൽ അതിനുള്ള കഴിവുണ്ട് താനും. മാത്രവുമല്ല, കൊല്ലപ്പെട്ട ഹൈക്കോടതി ജഡ്ജി രാഘവന്റെ അമ്മാവൻ കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമ്മാവനും അനന്തരവനും നല്ല സുഖത്തിലായിരുന്നില്ല. താനല്ല കുറ്റകൃത്യം നടത്തിയതെന്ന് രാഘവൻ പറഞ്ഞു. ലൈസൻസ് ഇല്ലാത്ത റിവോൾവർ തന്റേതല്ലെന്നും ഒരു സുഹൃത്തിൻ്റെതാണെന്നും പറഞ്ഞെങ്കിലും ആ സുഹൃത്തിന്റെ പേര് രാഘവൻ വെളിപ്പെടുത്തിയില്ല. സംഭവത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് നാൻസിക്കും തോന്നാതിരുന്നില്ല. കുറ്റകൃത്യം നടന്നുവെന്ന് പറയപ്പെടുന്ന രാത്രിയിൽ രാഘവൻ വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. അന്ന് നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. കൈയോടെ കൊലയാളിയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു നിയമപാലകർ. നാൻസിയുടെ കണ്ണീർ അവരുടെ മുന്നിൽ വില പോയില്ല. കോടതി രാഘവന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. അയാൾ ജയിലിലായി. അപ്പീൽ നൽകുവാനൊന്നും നാൻസിയുടെ പക്കൽ പണമുണ്ടായിരുന്നില്ല. 1.5 വയസ്സുള്ള കൈക്കുഞ്ഞുമായി ഒരു തവണ മാത്രം അവൾ സെൻട്രൽ ജയിലിൽ പോയി ഭർത്താവിനെ കാണാൻ. ആരോഗ്യവും സൗന്ദര്യവുമുള്ള യുവതിയായ നാൻസിയെ കണ്ടപ്പോൾ ഗാർഡുകൾ അശ്ലീലം കലർന്ന ഡയലോഗുകൾ തട്ടിവിട്ടു. രാഘവൻ കേൾക്കെ തന്നെ, നാൻസി, നീ എന്നെ പഴിക്കരുത്. എന്നോടൊന്നും ചോദിക്കരുത്. എല്ലാം ഒരു പേക്കിനാവാണെന്ന് മാത്രം കരുതുക. ഒക്കെ മനസ്സിൽ കാത്തു വെച്ച് കഴിയുകയാണ് ഞാൻ. ചതി പറ്റിയതാണ്. സാരമില്ല. എന്തെങ്കിലും ഇരുമ്പഴികൾക്ക് പുറത്തു വരാൻ കഴിയുമ്പോൾ ഞാൻ കണക്ക് തീർത്തോളാം. രാഘവേട്ടാ. നാൻസി തേങ്ങിപ്പോയി. മോളെ, അയാൾ സ്നേഹത്തോടെ വിളിച്ചു. ഞാൻ എന്തു പറഞ്ഞാലും അത് വിശ്വസിക്കാൻ കണ്ണുകെട്ടിയ നീതിദേവിക്ക് കഴിയില്ല.
പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കുവാൻ എൻ്റെ പക്കൽ തെളിവുകളില്ല. ഇനി ഒരിക്കലും നീ ഇങ്ങോട്ട് എന്നെ കാണാൻ വരരുത്. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ മടങ്ങി വരും. അതുവരെ നീ നമ്മുടെ മോളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളണം. അച്ഛൻ ജയിലിലാണെന്ന് ഒരിക്കലും അവളോട് പറയരുത്. നീ പൊയ്ക്കോ. കരഞ്ഞു പോകും എന്ന് തോന്നിയിട്ടാവണം രാഘവൻ തിരിഞ്ഞു നടന്നു കളഞ്ഞു. വർഷങ്ങൾ എത്ര വേഗമാണ് കടന്നുപോയത്. ബിന്ദുജമോൾ അടുത്ത് വന്നിരുന്ന് പിന്നെയും അച്ഛനെ പറ്റി പലതും ചോദിച്ചു. നാൻസി എല്ലാത്തിനും മറുപടി കൊടുത്തു. അവൾക്ക് അച്ഛൻ്റെ രൂപം എങ്ങനെയാണെന്ന് അറിയണം. വെളുത്തിട്ടോ കറുത്തിട്ടോ എന്നറിയണം. അച്ഛൻ്റെ മീശ എങ്ങനെയാണെന്ന് അറിയണം. അങ്ങനെ ചോദ്യങ്ങൾ നീണ്ടുപോകുന്നു. നാൻസിക്ക് പക്ഷേ മനസ്സിൽ അപ്പോഴും സംശയങ്ങളായിരുന്നു. അവസാന നിമിഷം സർക്കാർ കാലുമാറുമോ? രാഘവേട്ടനെ മോചിപ്പിക്കേണ്ടെന്ന് പറയുമോ? ജീവപര്യന്തം കാത്തു കഴിയുന്ന 500 കുറ്റവാളികളെയാണ് മോചിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. 5 വർഷം ശിക്ഷ പൂർത്തിയാക്കിയവർ മുതലാണ് പരിഗണിക്കപ്പെട്ടത്. ഇത്രയും കാലം കൊണ്ട് തന്നെ അവർ അനുഭവിക്കാനുള്ളതിലും കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞുവെന്നായിരുന്നു ഇതേക്കുറിച്ച് പഠിക്കാൻ നിയുക്തനായ റിട്ടയർഡ് ജഡ്ജിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. നാൻസിയുടെ പ്രാർത്ഥന കൊണ്ടാവും ഒരുപക്ഷെ രാഘവനും നറുക്ക് വീണത്. നേരം ഉച്ച കഴിഞ്ഞു. നാൻസി കുളിച്ചു. വിന്ദജ മോളെ കുളിപ്പിച്ചു. ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഇരുവരും ധരിച്ചു. രാഘവന് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് നാൻസി. അടുത്ത വീട്ടുകാരിൽ പലരും വന്ന് വിശേഷങ്ങളൊക്കെ തിരക്കി. ഇന്ന് തന്നെ വരുമെന്ന് കത്ത് വല്ലതും ഉണ്ടായിരുന്നോ? നേരെ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക? അവരുടെ ചോദ്യങ്ങൾ നീണ്ടു. പക്ഷെ നാൻസിയുടെ മനസ്സിൽ അറിയാതെ ഒരു മുള്ളുകൊണ്ടു. രാഘവേട്ടൻ നേരെ ഇങ്ങോട്ട് വരില്ലേ? ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആരോട് കണക്ക് ചോദിക്കുമെന്ന് അന്ന് തന്നോട് പറഞ്ഞതാണ്. ഇനി അങ്ങനെ വല്ലതും? നാൻസിയുടെ മനസ്സൊന്ന് പിടഞ്ഞു. അറിയാവുന്ന ദൈവങ്ങൾക്കൊക്കെ അവൾ നേർച്ചകൾ നേർന്നു. സമയം കടന്നുപോയി. സന്ധ്യയായി. എന്നിട്ടും രാഘവൻ വന്നില്ല. വഴിവിളക്കുകൾ തെളിഞ്ഞു. നാൻസി പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്താ അമ്മേ അച്ഛൻ വരാത്തത്? ബിന്ദുജമോൾ വീണ്ടും ചോദിച്ചു. വരുമോളെ. അവളെ ആശ്വസിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അറിയാതെ നാൻസിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. മോക്ക് അച്ഛൻ പുത്തനുടുപ്പും വാങ്ങിക്കൊണ്ട് വരും അല്ലേ അമ്മേ? കൊണ്ടുവരും. നാൻസി നിലവിളക്ക് കൊളുത്തി. കൈകൂപ്പി അല്പനേരം പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. മകളും അമ്മ ചെയ്യുന്നത് പോലെ ചെയ്തു. രാത്രി കനത്തു. പട്ടണത്തിൽ നിന്നുള്ള അവസാനത്തെ വണ്ടിയും കടന്നുപോയി. അച്ഛൻ വരാത്തത് എന്തമ്മേ? ബിന്ദുജമോൾ ചോദിച്ചു. നാൻസിക്ക് മറുപടി പറയുവാൻ വാക്കുകൾ കിട്ടിയില്ല. ബിന്ദുജമോൾ ഉറക്കം തൂങ്ങി. എന്താ വരാത്തത്? നാൻസി തന്നോട് തന്നെ ചോദിച്ചു. അകലെ എവിടെയോ 10 മണിയുടെ സൈറൺ മുഴങ്ങുന്നത് കേട്ടു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വാഹനത്തിന്റെ മുരൾച്ച കേട്ടു. അവൾ കാതോർത്തു. അകലെ ഇരുളിൽ പ്രകാശത്തിന്റെ 2 കണ്ണുകൾ തെളിഞ്ഞിരിക്കുന്നു. അതിവേഗം അടുത്തു വരികയാണവ. ഒരു ജീപ്പാണ് അതെന്ന് നാൻസിക്ക് തോന്നി. വീടിന് മുന്നിൽ എത്തിയതും സീൽക്കാരത്തോടെ അത് വെട്ടിത്തിരിഞ്ഞ് മുറ്റത്തേക്ക് കയറി. ടയറുകൾ ഉരഞ്ഞു നിന്നു. നാൻസിയുടെ നെറ്റി ചുളിഞ്ഞു. ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം അവളുടെ കണ്ണുകളിൽ സൂചിമിനുകൾ പോലെ തുളഞ്ഞിറങ്ങി. ജീപ്പിൽ വന്നിരിക്കുന്നത് രാഘവേട്ടനാണോ? പൊടുന്നനെ 4-5 പേർ ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി വെളിച്ചത്തിലേക്ക് വന്നു. നീണ്ട തലമുടിയും ചുവന്ന കണ്ണുകളും കനത്ത മീശയുമുള്ള ഒരുവനായിരുന്നു ഏറ്റവും മുന്നിൽ. ജീൻസും ബനിയനുമായിരുന്നു അയാളുടെ വേഷം. അയാൾ എന്തോ ചവയ്ക്കുന്നുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ എന്തോ പന്തികേടുണ്ടെന്ന് നാൻസിക്ക് തോന്നി. ജീപ്പിൽ നിന്ന് ആദ്യം ഇറങ്ങിയ ആൾ 2-3 അടി കൂടി മുന്നോട്ട് നീങ്ങി നിന്ന് അവളെ അടിമുടി ഒന്ന് നോക്കി. എന്തിയടിയവൻ? കനത്ത പരുക്കൻ ശബ്ദം. നാൻസി ഞെട്ടിപ്പോയി. മദ്യത്തിന്റെ അതിരൂക്ഷഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു. അയാൾ ചോദ്യം ആവർത്തിച്ചു. നാൻസിക്ക് പക്ഷേ ശബ്ദിക്കാനായില്ല. നാവ് മരവിച്ചു പോയിരുന്നു. കയറി നോക്ക്, ആ മനുഷ്യൻ തന്റെ ഒപ്പമുണ്ടായിരുന്നവരോട് പറഞ്ഞു. നാൻസിയെ തള്ളി മാറ്റി അവർ വേട്ടനായ്ക്കളെ പോലെ അകത്തേക്ക് പാഞ്ഞു കയറി. മുറിക്കുള്ളിൽ നിന്നും ബിന്ദുജമോളുടെ നിലവിളി കേട്ടു. നാൻസി അങ്ങോട്ട് ഓടാൻ ഭാവിക്കുമ്പോൾ ആ മനുഷ്യൻ അവളുടെ തലമുടിയിൽ പിടിച്ചു കഴിഞ്ഞിരുന്നു. അവൾ ഞെട്ടിത്തിരിഞ്ഞു. അയാളുടെ ഒരു കാതിൽ ശൂലത്തിന്റെ ആകൃതിയുള്ള കമ്മൽ കിടന്നാടി. അവിടെ നിൽക്കടി! അയാൾ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. വിട്, വിടാൻ! നാൻസി കുതറിയെങ്കിലും അവർ വിട്ടില്ല. അകത്തേക്ക് പോയവർ തിരിച്ചു വന്നു. ഇല്ല, അവിടെ എങ്ങുമില്ല. പറയടി! അയാൾ നാൻസിയുടെ തലമുടിയിലെ പിടിമുറുക്കി. ജയിലിൽ നിന്ന് വന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? വന്നില്ല, നാൻസി ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. കള്ളം പറയരുത്. കള്ളമല്ല, സത്യം.
ബിന്ദുജമോൾ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. അയാൾ ഒരു കൈകൊണ്ട് അവളെ എടുത്തുയർത്തി. നിന്റെ കൊച്ചിനെ ജീവനോട് വേണമെങ്കിൽ പറയടി, അവൻ എവിടെ? എന്റെ കുഞ്ഞിനൊന്നും ചെയ്യില്ലേ, അദ്ദേഹം വന്നില്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. നാൻസി നിലവിളിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് അയാൾ പിടിവിട്ടു. കുട്ടിയെ അവൾക്ക് നേരെ എറിഞ്ഞു കൊടുത്തു. അയാൾ തന്റെ അനുയായികളോട് പറഞ്ഞു, വാടാ. ആ സംഘം മുറ്റത്തേക്ക് ഇറങ്ങി. തിരിഞ്ഞു നിന്ന് നേതാവ് പറഞ്ഞു, ഞങ്ങൾ വീണ്ടും വരും, അവനോട് പറഞ്ഞേരെ. പെട്ടെന്ന് അവർ ജീപ്പിൽ കയറി. വിന്ദുജമോൾ നട്ടുവളർത്തിയ 4 മണി ചെടികളെ ഞെരിച്ചമർത്തി ജീപ്പ് വെട്ടിത്തിരിഞ്ഞ് റോഡിലേക്ക് പാഞ്ഞു. ഒന്നും പിടികിട്ടാതെ മോളെയും മാറിൽ ചേർത്ത് ശ്വാസം കഴിക്കാൻ പോലും മറന്ന് നാൻസി നിന്നു. ആ രാത്രിയിൽ നാൻസിക്ക് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. വിന്ദുജമോളെയും ചേർത്ത് പിടിച്ച് ഇരുളിലേക്ക് തുറച്ചു നോക്കി അവൾ അങ്ങനെ കിടന്നു. നാൻസി എന്നുള്ള രാഘവന്റെ വിളി കേൾക്കാൻ വേണ്ടി അവൾ കാതോർത്തു. ഇടയ്ക്ക് അറിയാതെ കണ്ണു നടഞ്ഞു പോകുമ്പോൾ ശൂലാകൃതിയിലുള്ള കമ്മൽ ധരിച്ചവന്റെ രൂപം മനസ്സിൽ തെളിയും. കാലന്റെ പ്രതിരൂപമാണ് അയാളെന്ന് നാൻസിക്ക് തോന്നി. ആരാണ് അയാൾ? അയാൾ രാഘവേട്ടനെ തേടി വന്നത് എന്തിനാണ്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. വീടിന് ചുറ്റും ആരൊക്കെയോ നടക്കുന്നത് പോലെ നാൻസിക്ക് തോന്നി. പിറുപിറുക്കലുകൾ കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും വാതിലിൽ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നിട്ടും നാൻസി വല്ലാതെ വിയർത്തു. അവൾ കണ്ണുകൾ ഇറുക്കി അടയ്ക്കാൻ ശ്രമിച്ചു. രാത്രിയുടെ അവസാന യാമങ്ങളിൽ എപ്പോഴോ നാൻസി മയങ്ങി. ആ ഉറക്കത്തിൽ അവൾ രാഘവനെ സ്വപ്നം കണ്ടു. ആരുടെയൊക്കെയോ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് രാഘവേട്ടൻ. അവർ രാഘവേട്ടനെ ഒരു ജീപ്പിന്റെ ബോണറ്റിലേക്ക് ചേർത്ത് നിർത്തുന്നു. അവരിൽ ഒരാളുടെ മുഖം നാൻസി വ്യക്തമായി കണ്ടു. ആ നീണ്ട മുടിക്കാരൻ, കമ്മൽ ധരിച്ചവൻ. അയാൾ ഒരു റിവോൾവർ എടുത്ത് രാഘവേട്ടന്റെ കണ്ണുകൾക്ക് മധ്യേ നെറ്റിയിൽ ചേർത്ത് വെച്ചു. ട്രിഗറിൽ വിരൽ മുറുകി. രാഘവേട്ട! ഒറ്റ അലർച്ചയായിരുന്നു നാൻസി. ഒപ്പം കണ്ണു തുറക്കുകയും ചെയ്തു. നേരം പ്രഭാതമായിരിക്കുന്നു. അമ്മയുടെ നിലവിളി കേട്ട് വിന്ദുജമോളും ഞെട്ടി ഉണർന്നു കഴിഞ്ഞിരുന്നു. നാൻസി വല്ലാതെ കിതച്ചു. ഭീകരമായ സ്വപ്നം. അച്ഛൻ വന്നു അമ്മേ? വിന്ദുജ ആദ്യം ചോദിച്ചത് അതാണ്. ഇല്ല മോളെ. എന്താ വരാഞ്ഞേ? വരും മോളെ. നാൻസി എണീറ്റു. ഇന്നലെ വന്നവരാരാ അമ്മേ? വിന്ദുജമോൾ വീണ്ടും തിരക്കി. അറിയില്ല മോളെ, നാൻസി പറഞ്ഞു. അവര് നമ്മളെ കൊല്ലുമോ അമ്മേ? വിന്ദുജയുടെ മുഖത്ത് ഭീതി പടർന്നു. എൻ്റെ മോളെ. നാൻസി മകളെ വാരി അണച്ചു. കൈകൊണ്ട് അവളുടെ വായി പൊത്തിപ്പിടിച്ചു. ഇങ്ങനെയൊന്നും പറയില്ല മോളെ. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളെ ദ്രോഹിക്കാൻ വരില്ല. നാൻസി വാതിൽ തുറന്നു. വെയിൽ പരക്കാൻ തുടങ്ങിയിരുന്നു. തലേന്ന് രാത്രിയിൽ ആ സംഘം വന്നതിൻ്റെ ഓർമ്മയ്ക്കെന്നവണ്ണം വിന്ദുജമോളുടെ 4 മണി ചെടികൾ ചതഞ്ഞരഞ്ഞ് മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു. അമ്മ, എൻ്റെ ചെടി! കുട്ടി കരയാൻ തുടങ്ങി. സാരമില്ല മോളെ, നമുക്ക് വേറെ ചെടി നടാം. നാൻസി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും കുട്ടിയുടെ വിഷമം മാറിയില്ല. നാൻസി ദീർഘമായെന്ന് നിശ്വസിച്ചു. അടുത്ത വീടുകളിലുള്ള പലരും വന്ന് രാഘവൻ വന്നോ എന്ന് തിരക്കിയിട്ട് പോയി. അന്നും നാൻസി രാഘവന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ തയ്യാറാക്കി കാത്തിരുന്നു. സായാഹ്നം. നാൻസിയും വിന്ദുജമോളും പ്രതീക്ഷയോടെ റോഡിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അമ്മയുടെ വിഷമം വിന്ദുജമോൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അവൾ പിന്നെ അച്ഛനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല. പക്ഷേ ആ മുഖത്തെ ആകാംക്ഷയും കുഞ്ഞിക്കണ്ണുകളുടെ പ്രതീക്ഷയും നാൻസിക്ക് മനസ്സിലാകുമായിരുന്നു. പകൽ അവസാനിച്ചതോടെ നാൻസിയുടെ പ്രതീക്ഷയും മങ്ങിത്തുടങ്ങി. ഇന്നലെ രാത്രിയിൽ വന്നവർ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവുമോ? പട്ടണത്തിൽ നിന്നുള്ള അവസാനത്തെ ബസ് വന്നു. അത് കുറച്ച് അപ്പുറത്ത് മാറ്റി നിർത്തി. നാൻസി ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി. അവിടെ ആരോ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്ട്രീറ്റ് ലൈറ്റിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഒന്നും കാണാനാവുന്നില്ല. ആരോ ഒരാൾ റോഡിലൂടെ നടന്നു വരുന്നു. നാൻസിയുടെ ഹൃദയതാളം മുറുകി. ദൈവമേ, അത് അദ്ദേഹമായിരിക്കണേ, അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ നേരെ നാൻസിയുടെ വീടിന് നേരെയാണ് വന്നത്. നാൻസിക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ ആ മനുഷ്യന്റെ മുഖത്ത് തറഞ്ഞങ്ങനെ നിന്നു. ഏതാണ്ട് 35 വയസ്സോളം വരുന്ന ഒരു മനുഷ്യൻ. 6 അടിയോളം പൊക്കം, അതിന് തക്ക വണ്ണം, പറ്റ വെട്ടിയിട്ട മുടി, തിളങ്ങുന്ന കണ്ണുകൾ. രാഘവൻ. എന്തൊക്കെയോ വിളിച്ചു പറയണമെന്നുണ്ട്. പക്ഷേ നാം അനങ്ങുന്നില്ല. ചാടി എണീക്കണമെന്നും അരികിലേക്ക് ഓടിയെത്തണമെന്നുമുണ്ട്. കഴിയുന്നില്ല. നാൻസിയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. വിന്ദുജമോളും അയാളെ തന്നെ നോക്കിയിരിക്കുകയാണ്. കാത്തിരുന്ന് മോഷിച്ചിട്ടുണ്ടാവും നീയും മോളും അല്ലേ? രാഘവൻ തിരക്കി. ഞങ്ങൾ ഞങ്ങൾ
നാൻസി വാക്കുകൾക്കായി പരതി. കുട്ടിയുമായി അവൾ ചാടി എഴുന്നേറ്റു. രാഘവൻ മുന്നോട്ട് വന്ന് മകളെ എടുത്ത് നെഞ്ചോട് ചേർത്തു. വാത്സല്യത്തോടെ വിളിച്ചു, അച്ഛൻ്റെ മോളെ. ഇടതു കൈകൊണ്ട് അയാൾ നാൻസിയെയും തന്നോടടുപ്പിച്ച് മുറിക്കുള്ളിലേക്ക് കടന്നു. മോള് അച്ഛനെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ണിനിടയിലും നാൻസി പുഞ്ചിരിച്ചു. കണ്ടിട്ടില്ലേലും ഏത് തിരക്കിൽ വെച്ചും മോക്ക് അച്ഛനെ കണ്ടാൽ അറിയാനാവും. അതുപോലെ അവൾ അച്ഛനെക്കുറിച്ച് പഠിച്ചു വെച്ചിരിക്കുക. നേരാണോ മോളെ? ബിന്ദുജമോൾ ചിരിച്ചു. രാഘവൻ ആ കുഞ്ഞി കവിളുകളിൽ ആർത്തിയോടെ ചുണ്ടമർത്തി. പൊന്നുമോളെ. മകളെയും മടിയിൽ വെച്ച് അയാൾ ഒരു കസേരയിലിരുന്നു. എന്താ ഇന്നലെ വരാഞ്ഞത്? നാൻസി ചോദിച്ചു. ഉച്ച കഴിഞ്ഞാ വിട്ടയച്ചത്. പിന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ തിരക്കി അറിയാനുണ്ടായിരുന്നു. അച്ഛൻ്റെ പെട്ടി എന്തിയേ? ബിന്ദുജമോൾ തിരക്കി. രശ്മിയുടെ അച്ഛൻ വന്നപ്പോൾ 2 വലിയ പെട്ടികളുണ്ടായിരുന്നു. പെട്ടെന്ന് രാഘവന്റെ മുഖം മങ്ങി. ദയനീയമായി അയാൾ നാൻസിയെ നോക്കി. മോള് അച്ഛൻ പുത്തനെടുപ്പുമായി വരുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ജോലി സ്ഥലത്തു നിന്ന് വല്ല പെട്ടിയുമൊക്കെ ആയി. നാൻസിയുടെ ശബ്ദം പതറി. അതിനെന്താ? രാഘവൻ ചിരിക്കാൻ ശ്രമിച്ചു. മോക്ക് അച്ഛൻ നാളെ പുത്തനുടുപ്പ് വാങ്ങിത്തരാമല്ലോ. അയാൾ കീശയിൽ നിന്നും 4-5 ചോക്ലേറ്റുകൾ എടുത്ത് ബിന്ദുജമോളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവൾക്ക് സന്തോഷമായി. രാഘവനും നാൻസിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എത്രയോ കാലമായി മനസ്സിൽ കാത്തു സൂക്ഷിച്ചവ. ഞാൻ വെള്ളം എടുത്തു വയ്ക്കാം. കുളിച്ചിട്ട് ഭക്ഷണം കഴിക്ക്. എന്നിട്ട് മതി ഇനി ബാക്കിയൊക്കെ. നാൻസി അടക്കാനാവാത്ത സന്തോഷത്തോടെ അപ്പുറത്തേക്ക് പോയി. ബിന്ദുജമോളെ കസേരയിൽ ഇരുത്തിയിട്ട് രാഘവൻ എണീറ്റു. അയാൾ പെട്ടെന്ന് കുളിച്ചു വന്നു. ഭക്ഷണത്തിനായി അച്ഛൻ്റെ ഒപ്പം ബിന്ദുജമോളും ഇരുന്നു. നാൻസി ചോറ് വിളമ്പാൻ തുടങ്ങിയപ്പോൾ സ്നേഹത്തോടെ രാഘവൻ പറഞ്ഞു, നീ കൂടി ഇരിക്ക്, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ചേട്ടൻ കഴിക്ക്, ഞാൻ കണ്ണുനിറയെ ഒന്ന് കാണട്ടെ. നാൻസിയുടെ മുഖം പ്രകാശപൂർണമായി. അതുകൊണ്ട് രാഘവൻ ചിരിച്ചു. ഇനി ഞാനിവിടെ ഉണ്ടല്ലോ, നിനക്ക് കണ്ണുനിറയെ കാണാമല്ലോ. നാൻസി വികാര തരളിതയായി. ഞാൻ ഒരു കൂട്ടം പറഞ്ഞ ചേട്ടൻ അനുസരിക്കുമോ? തീർച്ചയായും. വാക്കുമാറല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒരു നിമിഷം കഴിഞ്ഞാണ് നാൻസി മറുപടി പറഞ്ഞത്. ഇനി ഒരിക്കലും ഞങ്ങളെ വിട്ടിട്ട് ചേട്ടൻ ഒരിടത്തും പോകരുത്. പഴയ സംഭവം സത്യമാണോ അല്ലയോ എന്ന് പോലും ഞാൻ ചോദിക്കില്ല. പക്ഷേ ആരോടെങ്കിലുമൊക്കെയുള്ള പക ചേട്ടൻ മനസ്സിൽ കാത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അരുത് ചേട്ടാ. ഇനി എനിക്കും മോക്കും ചേട്ടനെ പിരിഞ്ഞൊരു ജീവിതം സങ്കല്പിക്കാൻ പോലും ആവില്ല. വരാനുള്ളത് വന്നുപോയെന്ന് ആശ്വസിക്കാം. അതിൻ്റെ പേരിൽ ഇനിയൊരു പകപോക്കൽ വേണ്ട ചേട്ടാ. ചേട്ടൻ എനിക്ക് വാക്കു തരണം, ഇനി ഒന്നും ഉണ്ടാവില്ലെന്ന്. രാഘവൻ ഉത്തരമൊന്നും പറഞ്ഞില്ല. ആഹാരം കഴിക്കാനും എപ്പോഴേ മറന്നുപോയിരുന്നു. പറ രാഘവേട്ട, നാൻസി വീണ്ടും നിർബന്ധിച്ചു. ശരി. അവസാനം രാഘവന് പറയാതിരിക്കാനായില്ല. ഇനി ഞാൻ നിങ്ങളെ വിട്ട് ഒരിടത്തേക്കുമില്ല. ആയുധമെടുക്കില്ല. പോരെ? മതി രാഘവേട്ട, മതി. എനിക്കിത് മാത്രം ഒന്ന് കേട്ടാ മതി. നാൻസിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. രാഘവൻ വീണ്ടും ഭക്ഷണം കഴിച്ചു തുടങ്ങി. അച്ഛാ, ഇന്നലെ ഞങ്ങളെ കൊല്ലാൻ വന്നു, ബിന്ദുജമോൾ പറഞ്ഞു. രാഘവൻ ഞെട്ടി. ആര്? ഉത്കണ്ഠയോടെ അയാൾ തിരക്കി. ആര് കൊല്ലാൻ വന്നെന്നാ നാൻസി മോൾ പറഞ്ഞത്? ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ അവൾ പരുങ്ങി. തലേന്നത്തെ സംഭവം രാഘവനോട് പറയേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അവൾ. രാഘവൻ ചോദ്യം ആവർത്തിച്ചു. നടന്നതൊക്കെ നാൻസിക്ക് പറയാതിരിക്കാനായില്ല. രാഘവന്റെ നെറ്റി ചുളിഞ്ഞു. തന്നെ തേടി വന്നവർ ആരാണെന്ന് അയാൾക്ക് പിടികിട്ടിയില്ല. ഏതായാലും ഒന്നുറപ്പായി, അവർ ഇനിയും വരും. പൊടുന്നനെ ഒരു വാഹനത്തിന്റെ വെളിച്ചം ജനാലയിലൂടെ കടന്നു വന്നു. നാൻസി ഞെട്ടുന്നത് അയാൾ കണ്ടു. അടുത്ത ക്ഷണം മുറ്റത്ത് വാഹനം ബ്രേക്കിട്ട് നിന്നു. രാഘവന്റെ കൈവിരലുകൾക്കിടയിലൂടെ ചോറ് ഊർന്നു വീണു. ജീപ്പിൽ നിന്നും ചാടിയിറങ്ങിയവർ അകത്തേക്ക് കുതിച്ചു വന്നു. വാതിൽ തള്ളി തുറന്ന് അവർ രാഘവന് മുന്നിലെത്തി. ശൂലത്തിന്റെ ആകൃതിയിലുള്ള കമ്മൽ ധരിച്ച ആ മനുഷ്യന്റെ പരുക്കൻ മുഖത്ത് കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങി. രാഘവൻ! അയാളുടെ പല്ലുകൾക്കിടയിലൂടെ ശബ്ദം പുറത്തു വന്നു. ഞങ്ങൾ നിന്നെ തേടി വന്നതാണ്, നിന്നെ മാത്രം. ഈ ഒരു കണ്ടുമുട്ടലിന് വേണ്ടി തന്നെയാണ് നീ ജയിലിൽ നിന്ന് മോചിതനായതും. പെട്ടെന്ന് രാഘവൻ എണീറ്റു. നീ അപകടകാരിയാണെന്ന് അറിയാം. ജീപ്പിൽ വന്നവർ രാഘവന് ചുറ്റും ഒരു വലയം തീർത്തു. രാഘവന് കോപം അടക്കാനായില്ല. ആരാണ് നിങ്ങൾ? പറയാം, സാവധാനം പറയാം. അയാൾ ചിരിച്ചു, വികൃതമായ ഒരു ചിരി.
അപ്പോഴേക്കും ഇന്ദുജമോൾ അമ്മയുടെ അരികിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. നാൻസി ആലില കണക്കെ വിറച്ചു. എന്തു ചെയ്യണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. നീണ്ട മുടിയുള്ളവൻ ഒരു ചുരുട്ട് കത്തിച്ചു. രാഘവ, നീ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തു വന്നത് ഒരു സത്കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നീ ചെയ്യണം, ചെയ്തേ പറ്റൂ, അയാൾ പറഞ്ഞു. അയാളുടെ ആ കൽപ്പന രാഘവന് ഒട്ടും ഇഷ്ടമായില്ലെങ്കിലും സംയമനം കൈവിട്ടില്ല. നിങ്ങൾ ആരാണ്? ചോദ്യങ്ങളൊന്നും വേണ്ട, ചെയ്യാൻ പോകുന്ന കാര്യമാണ് മുഖ്യം. നിന്റെ ആകാംക്ഷയെ ഞാൻ വളർത്തുന്നില്ല. നീ ചെയ്യേണ്ടത് ഒരാളെ കൊല്ലുക എന്നതാണ്, നിസ്സാര ഭാവത്തിൽ അയാൾ പറഞ്ഞു. രാഘവൻ കിടുങ്ങിപ്പോയി. പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എച്ചിൽ പുരണ്ട കൈകൊണ്ട് ഒറ്റയടിയായിരുന്നു. നീണ്ട മുടിയുള്ളവന്റെ ചുണ്ടിൽ നിന്നും ചുരുട്ട് തെറിച്ചു വീണു. രാഘവൻ അയാളെ ചവിട്ടി പിന്നോട്ട് തള്ളിയിട്ട് തലമുടിയിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് ഇടിച്ചു. നോയിന്റെ മോനെ, കൊന്നു കളയും ഞാൻ! രാഘവന്റെ നിയന്ത്രണം വിട്ടു. നീണ്ട മുടിയുള്ളവന്റെ തലയിൽ നിന്നും രക്തം ചീറ്റി. ഒരു നിമിഷം നീണ്ട മുടിയുള്ളവന്റെ കൂടെ വന്നവർ സ്തബ്ധരായി. രാഘവനിൽ നിന്ന് ഇങ്ങനെയൊരു നീക്കം അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. തങ്ങളുടെ നേതാവിന്റെ തലയിലൂടെ ചോരയൊഴുകുന്നത് കണ്ടപ്പോൾ അവർ മുന്നോട്ട് കുതിച്ചു. രാഘവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ കൈകൾ നീണ്ട മുടിയുള്ളവന്റെ കഴുത്തിൽ മുറുകയായിരുന്നു. കൊന്നു കളയും ഞാൻ! 2 പേരെ കൊന്നതിനാ ജയിലിൽ പോയത്, അറിയാമോ നിങ്ങൾക്ക്? ചോരയും ശവങ്ങളും കണ്ട് അറപ്പ് തീർന്നവനാ ഞാൻ. ഒരു തവണ കൂടി ജയിലിലേക്ക് പോകാനും ഒട്ടും മടിയില്ല. എല്ലാം അവസാനിപ്പിച്ച് സ്വസ്ഥമായി കഴിയാൻ തീരുമാനിച്ചിരിക്കുന്ന എന്നെ അതിന് സമ്മതിക്കില്ലെന്ന് വന്നാൽ? നീണ്ട മുടിയുള്ള മനുഷ്യന്റെ കണ്ണുകൾ തുറിക്കാൻ തുടങ്ങിയിരുന്നു. രാഘവേട്ടാ! ആ മനുഷ്യൻ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ നാൻസി വിളിച്ചുപോയി. കൊല്ലരുത് അയാളെ! ഇന്ദുജമോളും കരയുകയായിരുന്നു. അടുത്ത വീടുകളിൽ ഉണ്ടായിരുന്നവർ ഉണർന്ന് ലൈറ്റ് തെളിച്ചെങ്കിലും ആരും അങ്ങോട്ട് വന്നില്ല. വളരെ പണിപ്പെട്ടാണ് രാഘവന്റെ പിടിയിൽ നിന്നും തങ്ങളുടെ നേതാവിനെ അനുയായികൾ രക്ഷിച്ചത്. അല്പനേരം അയാൾ അങ്ങനെ തന്നെ കിടന്നുപോയി. പിന്നീടാണ് എണീറ്റത്. അയാളുടെ അനുയായികൾ ഒന്ന് ചലിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ രാഘവനെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. നേതാവ് ക്രോധത്തോടെ രാഘവന്റെ മുഖത്ത് ആഞ്ഞാഞ്ഞടിച്ചു. തടസ്സം നിൽക്കാനെത്തിയ നാൻസിയെ പിടിച്ചു തള്ളി. എടാ, തൊട്ടുപോകരുത് അവളെ! രാഘവൻ ഗർജിച്ചു. നീണ്ട മുടിയുള്ളവന്റെ കണ്ണുകളിൽ ഒരു വന്യഭാവം പ്രത്യക്ഷപ്പെട്ടു. അയാൾ പെട്ടെന്ന് കീശയിൽ നിന്നും ഒരു ചെറിയ പിസ്റ്റൾ വലിച്ചെടുത്ത് രാഘവന്റെ നെറ്റിയിൽ ചേർത്ത് അമർത്തി. കൈവിരൽ ട്രിഗറിലേക്ക് തെന്നി നീങ്ങി. നിന്നെ കൊല്ലാനും മടിക്കില്ല ഞാൻ! തണുത്ത ശബ്ദം. രാഘവൻ ശബ്ദിച്ചില്ല. ഏതായാലും നിനക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അതിന് ശ്രമിച്ചാൽ നീ വിചാരിക്കുന്നതിലും വലിയ പ്രത്യാഘാതങ്ങളാവും ഉണ്ടാകുക. അയാൾ റിവോൾവറിന്റെ മുനയിൽ നിർത്തി രാഘവനെ പിന്നോട്ട് നടത്തി ഒരു കസേരയിൽ ഇരുത്തി. എതിരെ അയാളും ഇരുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. റിവോൾവർ ഏതു നിമിഷവും പ്രവർത്തിപ്പിക്കാൻ പാകത്തിൽ അയാൾ പിടിച്ചിരുന്നു. അച്ഛാ, ഇവരെ തല്ലി ഓടിക്കച്ചാ, ഇന്ദുജമോൾ പറഞ്ഞു. അക്രമികളുടെ നേതാവ് കുട്ടിയെ നോക്കി ചിരിച്ചു. മോക്ക് അങ്കിളൊരു സമ്മാനം തരുന്നുണ്ട്. വേണ്ട, എനിക്ക് അങ്കിളിന്റെ സമ്മാനം വേണ്ട. അങ്കിള് ചീത്തയാ. വെരി ഗുഡ്, നിനക്കെങ്കിലും അത് മനസ്സിലായല്ലോ. നിന്റെ അച്ഛന് മാത്രം ഒന്നും അറിയില്ല. രാഘവൻ ശത്രുവിൻ തറ പറ്റിക്കാൻ കഴിയുന്ന ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്നു. ഞാൻ രാഘവന്റെ അടുത്ത് ആദ്യ മര്യാദയുടെ മാർഗമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് മര്യാദ കൈവിടേണ്ടി വരും, നേതാവ് പറഞ്ഞു. അയാൾ ഒരു ചുരുട്ട് കത്തിച്ചു. തലയിൽ നിന്ന് അപ്പോഴും ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അതയാൾ കാര്യമാക്കിയില്ല. ഞങ്ങൾ പറയുന്ന ആളിനെ കൊന്നു കഴിയുമ്പോൾ നിനക്ക് കിട്ടുന്ന പ്രതിഫലം 5 ലക്ഷം. യാതൊരു തരത്തിലും നീ കുടുങ്ങാതിരിക്കാൻ വേണ്ടത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഷൂട്ടിങ്ങിൽ വിദഗ്ധനായ നിനക്ക് ആകെ മെനക്കെടേണ്ട സമയം അരമണിക്കൂറിലധികം വരില്ല. നിന്റെ മുഴുവൻ സംരക്ഷണവും ഞങ്ങൾ ഏൽക്കുകയും ചെയ്തു കൊള്ളാം. നിങ്ങൾ 5 ലക്ഷമല്ല 5 കോടി തരാമെന്ന് പറഞ്ഞാലും എനിക്ക് പറ്റില്ല, രാഘവൻ തീർത്തു പറഞ്ഞു. അത് കേട്ട് ആ മനുഷ്യൻ ചിരിച്ചു. അയാൾ പാതി എരിഞ്ഞ ചുരുട്ട് തറയിലിട്ട് ഷൂസ് കൊണ്ട് ഞെരിച്ചമർത്തി. നോക്ക്, നിങ്ങൾ യാതൊരു തരത്തിലും ജയിലിൽ നിന്ന് മോചിതനാകുമായിരുന്നില്ല. മനഃപൂർവ്വം ഞങ്ങൾ നിങ്ങളെ പുറത്തിറക്കിയതാണ്, ഇതിനു വേണ്ടി തന്നെ. എങ്കിൽ ഞാൻ തിരികെ ജയിലിലേക്ക് പോകാനും ഒരുക്കമാണ്, രാഘവൻ പറഞ്ഞു. അതിന് കഴിയില്ലല്ലോ രാഘവ. യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ നിങ്ങൾ ഒരു കൃത്യം ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് ഇനിയുള്ള കാലം സുഖമായി കഴിയാം. വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെയുള്ള പണമൊന്നും വേണ്ട, പറഞ്ഞത് നാൻസിയാണ്. ദയവായി ഞങ്ങളെ വിട്ടിട്ട് മടങ്ങിപ്പോകാമെങ്കിൽ അതാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം.
ആ മനുഷ്യൻ തല തിരിച്ച് അവളെ ഒന്ന് നോക്കി. പിന്നെ ഒരു ചെന്നായുടെ ഭാവത്തിൽ നാവ് നീട്ടി ചുണ്ടുകൾ നനച്ചു. നാൻസി തല കുനിച്ചു. നിങ്ങൾക്ക് അനുസരിക്കാൻ പാവമില്ലെങ്കിൽ ഞങ്ങൾക്ക് പുതിയ മാർഗം അവലംബിക്കേണ്ടി വരും. ഭാര്യയും കുട്ടിയും കാണാൻ കുതിച്ചിരുന്ന് ഓടിയെത്തിയവനാണ് നീ. ഇവരോടൊത്ത് ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ അനുസരിക്കണം. അല്ലെങ്കിൽ നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും നിനക്ക് നഷ്ടപ്പെടും. ചുമ്മാതെ ഞാൻ അവരെ കൊല്ലില്ല. നിന്റെ ഭാര്യ സുന്ദരിയാണ്. അവളെ അങ്ങനെ അങ്ങ് കൊല്ലാൻ പാടില്ലല്ലോ. മാത്രമല്ല 5 വർഷമായി പുരുഷ സ്പർശനം ഏൽക്കാതിരുന്ന അവൾക്കും കാണില്ലേ അഭിലാഷങ്ങൾ. നീണ്ട മുടിക്കാരൻ വികൃതമായി ചിരിച്ചു. ബാസ്റ്റർഡ്! പല്ലു ഞെരിച്ചുകൊണ്ട് രാഘവൻ ചാടി എഴുന്നേറ്റു. നീ നീ കൂൾ ഡൗൺ രാഘവൻ. റിവോൾവർ രാഘവനെ നേരെ ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഇതൊരു കളിപ്പാട്ടമല്ലെന്ന് നീ മനസ്സിലാക്കണം. പിന്നെ നീ ശോഭിക്കാനും മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പോഴേ ഇങ്ങനെ ആയാൽ അങ്ങനെ സംഭവിക്കുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? രാഘവൻ വിവശനായി കസേരയിലേക്ക് വീണു. ജയിലിൽ തന്നെ കഴിയുന്നതായിരുന്നു നല്ലതെന്ന് അയാൾക്ക് തോന്നി. നീണ്ടമുടിക്കാരൻ പറഞ്ഞു. നിനക്ക് ചിന്തിക്കാൻ ഈ രാത്രിയും നാളത്തെ പകലുമുണ്ട്. നാളെ രാത്രിയിൽ വീണ്ടും ഞങ്ങൾ വരും. അപ്പോ രണ്ടിലൊന്ന് അറിയണം. പക്ഷേ അതിനിടയിൽ രക്ഷപ്പെടാനോ മറ്റോ മനസ്സിൽ പോലും വിചാരിക്കരുത്. ഞങ്ങൾ 1000 കണ്ണുകളുമായി നിന്നെ വീക്ഷിക്കുന്നുണ്ടാകും. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആദ്യം പടഞ്ഞു വീഴുന്നത് നിന്റെ പൊന്നോമന മകൾ, പിന്നെ ഭാര്യ. അതും കഴിഞ്ഞേ ഉള്ളൂ നീ. അയാൾ എണീറ്റു. ഇനി പോലീസിലോ മറ്റോ അറിയിക്കാമെന്ന് വിചാരിച്ചാലും ഫലം നേരത്തെ പറഞ്ഞത് തന്നെ. അയാൾ തന്റെ അനുചരന്മാരെ നോക്കി ആജ്ഞാപിച്ചു. കമോൺ. അവർ പുറത്തേക്ക് നടന്നു. അങ്കിൾ പോയിട്ട് വരാം മോളെ, നീണ്ട മുടിക്കാരൻ പറഞ്ഞു. വിന്ദിജമോൾ തല തിരിച്ചു കളഞ്ഞു. അവർ കയറിയ ജീപ്പ് അകന്നു പോയപ്പോഴും രാഘവൻ അവിടെ നിന്ന് അനങ്ങിയില്ല. അയൽക്കാർ ലൈറ്റുകൾ അണച്ചു. അച്ഛാ, വിന്ദിജമോൾ വിളിച്ചു. അവരാരാ അച്ഛാ? പേടിയോടെ രാഘവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അച്ഛൻ അറിയില്ല മോളെ. മോളെ അവർ കൊല്ലുമോ? ഇല്ല മോളെ. പിന്നെ പറഞ്ഞതോ? അയാൾ ഒരു ഭ്രാന്തന. അയാൾ പറയുന്നതൊന്നും മോൾ ഓർക്കണ്ട. ആ, നേരെ ഒത്തിരിയായി. ഇനി മോൾ ഉറങ്ങിക്കോ. മോളെ അയാൾ കിടക്കയിൽ കിടത്തി. പതിയെ അവളുടെ തുടയിൽ താളമിട്ടു. ബിന്ദുജ മോൾ ഉറങ്ങി. രാഘവനും നാൻസിയും മുഖാമുഖം നോക്കി. നീ ചോറ് കഴിക്ക്, രാഘവൻ പറഞ്ഞു. വേണ്ട ചേട്ടാ. അല്പനേരത്തെ മൗനത്തിന് ശേഷം നാൻസി ചോദിച്ചു. എന്തു ചെയ്യും ചേട്ടാ നമ്മൾ? ഞാനും അതാണ് ആലോചിക്കുന്നത്. ആരും അറിയാതെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. നടക്കില്ല നാൻസി. അയാൾ വെറുതെ പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ വേട്ടനായ്ക്കളെ പോലെ അവർ പിന്നാലെ ഉണ്ടാകും. എനിക്കാകെ ഭയമാകുന്നു ചേട്ടാ. അയാൾ അവളുടെ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് സമാധാനിപ്പിച്ചു. എന്തെങ്കിലും വഴിയുണ്ടാവും. അടുത്ത ദിവസം രാത്രി എവിടെയോ ഒരു വാഹനത്തിന്റെ ഒച്ച കേട്ട് രാഘവൻ റോഡിലേക്ക് നോക്കി. പക്ഷേ അത് റോഡിലൂടെ തന്നെ പാഞ്ഞു പോവുകയാണ് ചെയ്തത്. സമയം ഇഴഞ്ഞു നീങ്ങി. മതിലിൽ ആരോ തട്ടി. രാഘവ! ആ ശബ്ദം രാഘവൻ തിരിച്ചറിഞ്ഞു. അയാൾ യാന്ത്രികമായി എണീറ്റ് ചെന്ന് വാതിൽ തുറന്നു. മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ചിരിയോടെ നീണ്ട മുടിക്കാരനും സംഘവും അകത്തേക്ക് കയറി. ഇനിയുള്ള ഓരോ ചുവടും സൂക്ഷിച്ചു വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വാഹനം ഉപേക്ഷിച്ചു. അയാളുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. പെട്ടി തറയിൽ വെച്ചിട്ട് അയാൾ കസേരയിലിരുന്നു. രാഘവൻ ഈ രാത്രി തന്നെ പുറപ്പെടണം. നാളെ രാവിലെയാണ് കൃത്യം നിർവഹിക്കേണ്ടത്. പ്ലീസ്, നിങ്ങൾ എന്നെ വെറുതെ വിടണം. ഞാൻ സ്വസ്ഥമായൊന്ന് കഴിഞ്ഞോട്ടെ. ദയനീയമായിരുന്നു രാഘവന്റെ ശബ്ദം. ഈ ഒരു സംഭവം കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും സ്വസ്ഥം തന്നെയാണ്. അയാൾ കീശയിൽ നിന്നും എന്തോ എടുത്ത് വായിലിട്ട് ചവച്ചു. ആ വസ്തു നിമിഷങ്ങൾ കൊണ്ട് അയാളിൽ ലഹരി ഉണർത്തി. കണ്ണുകളിൽ ചുവപ്പ് രേഖകൾ തെളിഞ്ഞു. ഇല്ല, നിങ്ങൾ എന്നെ കൊന്നോളൂ. എന്നാലും ഇനി ഞാൻ ആയുധമെടുക്കില്ല, രാഘവൻ തീർത്തു പറഞ്ഞു. രാഘവോ! ഈണത്തിൽ അയാൾ വിളിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ മറന്നിട്ടില്ലല്ലോ. ആദ്യം മകൾ, പിന്നെ ഭാര്യ, വിവിധ കലാപരിപാടികൾ. ഇരു കൈകൾ കൊണ്ടും രാഘവൻ കാതുകൾ പൊത്തി. നിയന്ത്രണം പാലിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചു. നീ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. ഇന്ന് കേരളത്തിലെത്തിയിരിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് നിന്റെ ഇര, നീണ്ട മുടിക്കാരൻ പറഞ്ഞു. രാഘവൻ നടുങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജോർജ് ജോസഫ്, നാൻസിയുടെ ഒരേ ഒരു സഹോദരൻ. തെക്കേ ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായതാണ്. നാൻസി പേടിയോടെ രാഘവനെ നോക്കി.
അന്ന് രാഘവേട്ടനും ഒന്നിച്ച് ഇറങ്ങിപ്പോന്നതിന് ശേഷം ജോർജ് ചായനെ നേരിൽ കണ്ടിട്ടേയില്ല. ഇലക്ഷനിൽ മത്സരിക്കുകയും ജയിക്കുകയും മന്ത്രിയായതുമൊക്കെ പത്രത്തിലൂടെ അറിഞ്ഞു. എന്തൊക്കെയായാലും തൻ്റെ കൂടപ്പിറപ്പിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ. നാളെ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജോർജ് ജോസഫാണ്. വേദിയിൽ വെച്ച് തന്നെ അയാൾ പിടഞ്ഞു തീരണം. നീണ്ട മുടിക്കാരൻ പറഞ്ഞു. ഞാൻ ഞാൻ രാഘവൻ വാക്കുകൾക്കായി പരതി. ഒരൊറ്റ ബുള്ളറ്റ് കൊണ്ട് അയാളെ അങ്ങേ ലോകത്തേക്ക് അയക്കുവാൻ രാഘവന് മാത്രമേ കഴിയൂ. കൃത്യം നിർവഹിച്ച ശേഷം രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളെക്കുറിച്ചും തനിക്കൊപ്പം വരുന്ന ആൾ പറഞ്ഞു തരും. രാഘവൻ സ്തബ്ധനായി നിന്നു. നാൻസിയുടെ കണ്ണുകളിൽ അരുതേ എന്നുള്ള യാചന. നീണ്ട മുടിയുള്ളവൻ അവൾക്കു നേരെ കണ്ണയച്ച ശേഷം പറഞ്ഞു. നീ കൃത്യം നിർവഹിച്ചു എന്നറിയുന്നത് വരെ ഈ വീടിന്റെ കാര്യം നോക്കുന്നത് ഞാൻ. എന്റെ നിരീക്ഷണത്തിലായിരിക്കും നിന്റെ ഭാര്യയും കുട്ടിയും. നീ എന്നെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല. വന്നാൽ നിന്നെ എതിരേക്കുന്നത് വികൃതങ്ങളായ ശവങ്ങളായിരിക്കും. അയാൾ പെട്ടി മുന്നോട്ട് നീക്കിവെച്ചു. ഇതിനുള്ളിൽ ടെലസ്കോപ്പിക് ഗണ്ണും തിരകളുമുണ്ട്. മന്ത്രി പിടഞ്ഞു തീർന്നു എന്നറിയുമ്പോൾ പറഞ്ഞ പ്രകാരം 5 ലക്ഷം രൂപ ഇവിടെ വെച്ചിട്ട് ഞാൻ പടിയിറങ്ങും. പിന്നീട് യാതൊരു സംശയം വേണ്ട രാഘവൻ. എന്നെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങളുടെ ഭാര്യ എൻ്റെ സഹോദരിയായിരിക്കും. അല്ലെങ്കിൽ. അസഹ്യമായ വേദന കൊണ്ടെന്ന പോലെ രാഘവൻ ഒന്ന് പിടഞ്ഞു. നീണ്ട മുടിയുള്ളവൻ എണീറ്റ് ചെന്ന് വിന്ദുജ മോളെ ബലമായി പിടിച്ച് തൻ്റെ മടിയിലിരുത്തി. കുട്ടി നിലവിളിച്ചു കുതറി. അയാൾ പിടിവിട്ടില്ല. മോളെ വിടടാ, ഞാൻ അനുസരിക്കാം. രാഘവന്റെ മറുപടി കേട്ട് നാൻസി വിറച്ചുപോയി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ കാണാം. നന്ദി.